നമുക്ക് എളുപ്പത്തില് ഒരു പപ്പടം കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ? സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് 2 പേർക്കാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കണേ. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് ഒരു 5 പീസ് പപ്പടം ഇങ്ങനെ കീറിയിട്ടോ മൊത്തമായിട്ടോ വറുത്തെടുക്കാം. അത് കഴിഞ്ഞ ഒരു 15 പീസ് ചുവന്നുള്ളി അതേ സെയിം ഓയിലിലേക്ക് ഞങ്ങൾ വഴറ്റി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 4 പീസ് ചുമപ്പ മുളകും ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതലിട്ട് അതിനെ ഇതേപോലെ ചിറ്റിച്ച് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നാരങ്ങ സൈസിലുള്ള പുളിയും ഇട്ട് വീണ്ടും അതിനൊന്ന് ചിറ്റിച്ച് അതിനെ തണുപ്പിച്ച് വീണ്ടും ചിറ്റിച്ച് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിനെ ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റി ഒരു 2 വട്ടം പൾസ് ചെയ്യുക. അത് 2 അടി അത്ര മതി കേട്ടോ. അത് കഴിഞ്ഞ് അത് പുറത്തേക്ക് എടുത്ത് ഇതേപോലെ ആയിണ്ടാവും. ആവശ്യത്തിന് കല്ലുപ്പും ചേർത്ത് പിന്നെ നമ്മുടെ പപ്പടം അതും അതിൻ്റെ മുകളിലേക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് 2 വട്ടോടി മിക്സിയിൽ പൾസടിച്ചാൽ ഇതേപോലെ കിട്ടും. കണ്ട അത് ഒരു ബോളിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂണും ഒഴിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി റെഡിയായി. നമ്മുടെ പപ്പടത്തിൻ്റെ ചട്നി റെഡിയാണ്. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഒരു കിടിലൻ സാധനമാണ് കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡിയായി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയും ക്രിസ്പിയും എരിവും ഒരു ബാലൻസ്ഡ് ഫ്ലേവർ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.